പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള സമരത്തിൽ കോൺഗ്രസിന് മുന്നറിയിപ്പുമായി ബി.ജെ.പി. പാർട്ടി ഓഫീസിന് നേരെ പ്രതിഷേധം തുടർന്നാൽ സംരക്ഷിക്കേണ്ട രീതി ബി.ജെ.പിക്ക് അറിയാമെന്ന് പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ. പോലീസ് ആവശ്യപ്പെട്ടതിനാൽ ഇന്നലെ സംയമനം പാലിച്ചു. കോടതി തള്ളിക്കളഞ്ഞ കേസിലാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം. കോൺഗ്രസിന് യാതൊരു ധാർമ്മികതയുമില്ലെന്നും ലൈംഗിക വൈകൃതം പിടിച്ച രോഗിയെ സംരക്ഷിക്കാനാണ് കോൺഗ്രസിന്റെ പ്രതിഷേധമെന്നും പ്രശാന്ത് ശിവൻ ജനം ടിവിയോട് പറഞ്ഞു. ബി.ജെ.പി. നേതാവ് സി കൃഷ്ണകുമാറിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇന്നലെ കോൺഗ്രസ് പാലക്കാട്ടെ ബി.ജെ.പി. ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഇന്നും സമാന രീതിയിലൊരു പ്രതിഷേധ മാർച്ച് എന്ന തരത്തിൽ നാടകം നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബി.ജെ.പിയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ ചേരുന്നുണ്ട്. ഇന്നലെ കോൺഗ്രസ് ഒരു പ്രതിഷേധ നാടകം കളിച്ചു. ഇന്നും സമാന രീതിയിൽ ബി.ജെ.പി. ഓഫീസിലേക്ക് അത്തരത്തിലുള്ള പരിപാടികൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അറിയാനാവുന്നത്. അല്ല, 2015-ലും 2020-ലും ഇതേ ആരോപണങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ വർഷമാവുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇതേ ആരോപണവുമായി കഴിഞ്ഞ 2 തവണയും വന്നാണ്. 2 തവണയും ചീറ്റിപ്പോയ നനഞ്ഞ പടക്കവുമായിട്ടാണ് കോൺഗ്രസ് ഇത്തവണയും വന്നിരിക്കുന്നത്. ഇന്നലെ ബി.ജെ.പി. ഓഫീസിലോട്ട് പ്രതിഷേധ പ്രകടനമുണ്ടെന്ന് ഞങ്ങൾ കേട്ടു. ബി.ജെ.പി. ഓഫീസിൻ്റെ 2 ഗേറ്റ് തുറന്നിട്ടുകൊണ്ടാണ് ഞങ്ങളുടെ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നത്. ഒരൊറ്റ കോൺഗ്രസ്സുകാർ പോലും ബി.ജെ.പി. ഓഫീസിൻ്റെ ഇവരുടെ DCC ഓഫീസിൻ്റെ തൊട്ടുപുറകിലാണ് ഞങ്ങളുടെ ഓഫീസുള്ളത്. അവിടെ നിന്ന് ഇവർക്ക് വാക്കബിൾ ഡിസ്റ്റൻസ് ഉണ്ടായിട്ട് പോലും ഇവർ വളരെ ചുറ്റി വളഞ്ഞ് പോലീസിൻ്റെ ബാരിക്കേഡിലോട്ടാണ് ഇവർ മാർച്ച് വെച്ചത്. പക്ഷേ ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കാനാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത്തരത്തിൽ കഴമ്പില്ലാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർ വീണ്ടും ബി.ജെ.പി. ഓഫീസിലോട്ട് പ്രതിഷേധവുമായി വരാനാണ് ഇവരുടെ നീക്കമെങ്കിൽ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതിശക്തമായ രീതിയിൽ അതിന് എങ്ങനെയാണോ തിരിച്ചടി കൊടുക്കേണ്ടത് ആ രീതിയിൽ ബി.ജെ.പിയുടെ പ്രവർത്തകന്മാർ പ്രതിരോധിക്കും. ഞങ്ങളുടെ പാർട്ടി ഓഫീസ് സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് കൃത്യമായ എങ്ങനെയാണ് അത് സംരക്ഷിക്കേണ്ടത് എന്നുള്ള കൃത്യമായ അറിവ് ഞങ്ങൾക്കുണ്ട്. ബി.ജെ.പി. ഓഫീസ് സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് പോലീസിൻ്റെയോ മറ്റ് ബാരിക്കേഡിൻ്റെയോ യാതൊരുവിധ ആവശ്യമില്ല. ഞങ്ങളുടെ ഓഫീസ് സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. ഇനിയും ഇത്തരത്തിൽ പോലീസിനെ വെച്ചുകൊണ്ട് നാടകം കളിച്ചുകൊണ്ട് ഇവർ ബി.ജെ.പി. ഓഫീസിലോട്ട് വരാനുള്ള നീക്കമാണെങ്കിൽ ശക്തമായ രീതിയിലുള്ള പ്രതിരോധം ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്നുണ്ടാവും. ഇത് തുടങ്ങിയത് ഞങ്ങളല്ല, ഇന്നലെ കോൺഗ്രസ് ആണ് ഇത് തുടങ്ങിയത്. പക്ഷേ ഇത് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്ന് ബി.ജെ.പിയുടെ പ്രവർത്തകന്മാർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. രാഹുലിനെതിരെ ഇന്നലെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വളരെ കൃത്യമായ ബോധ്യമുണ്ട്. ഇത്തരത്തിൽ ഒരു അവർക്കുണ്ടായ വിഷമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നിരവധിയായ ഇരകൾ വന്നിട്ടുണ്ട്. അവരുടെ ഈ പുറത്തു വന്ന വോയിസ് നോട്ട് ഒന്നും കോൺഗ്രസ് പാർട്ടിയോ രാഹുലോ നിഷേധിക്കുവാനായിട്ട് തയ്യാറായിട്ടില്ല. ഈ വിഷയത്തിൽ വളരെ വ്യക്തമായ തെളിവുകൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധിയായ അവസരങ്ങളിൽ പുറത്തു വന്നിട്ടും പോലീസ് ഇത്രയും ദിവസം കേസെടുക്കാൻ വൈകിപ്പിച്ചതാണ് സത്യത്തിൽ. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാജിവെച്ചേ തീരൂ. രാജിവെക്കുന്നത് വരെ അതിശക്തമായ രീതിയിൽ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാവും. ഈ വരുന്ന 30-ാം തീയതി ശനിയാഴ്ച ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് പാലക്കാട് MLA ഓഫീസിലേക്ക് MLA രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ വരുന്ന രീതിയിൽ ബി.ജെ.പിയുടെ ഭാഗത്തു നിന്ന് സംസ്ഥാന നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന അതിശക്തമായ പ്രതിഷേധ മാർച്ച് MLA ഓഫീസിലൊക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ഷാഫി പറമ്പിലെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം പാലക്കാട്ടേക്ക് എത്തുകയാണ്. ഇത്രയും കാലം കൃത്യമായിട്ട് രാഹുലിന് സംരക്ഷണം നൽകുന്ന നിലപാടുകളാണ് ഷാഫിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് ഷാഫിക്കെതിരെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടെയാണ് പാലക്കാട്ടേക്ക് വീണ്ടും എത്തുന്നത്. ഇന്നലെ ഒരു നനഞ്ഞ പടക്കവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വന്നിട്ടുണ്ട്. അതിൻ്റെ അടുത്ത ഗൂഢാലോചനയ്ക്ക് വേണ്ടിയിട്ടാണ് രാഹുലിനെ സംരക്ഷിച്ച് നിർത്തുന്ന ഷാഫി പാലക്കാട് എത്തിയിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം ഓർത്താൽ കൊള്ളാം, ഇനി ഷാഫിയല്ല, VD സതീശനല്ല, KC വേണുഗോപാലല്ല, സാക്ഷാൽ രാഹുൽ ഗാന്ധി പാലക്കാട് വന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കാൻ നോക്കിയാലും ഞങ്ങൾ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ ബി.ജെ.പി. തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഓലപ്പാമ്പുകളുമായി ബി.ജെ.പി. ഓഫീസിലോട്ടാണ് വരാൻ നീക്കമെങ്കിൽ ഞങ്ങൾ ഓഫീസിൻ്റെ വാതിൽ തുറന്നിട്ടുണ്ട്. ഇനിയും ബി.ജെ.പി. ഓഫീസ് കേന്ദ്രീകരിച്ച് മാർച്ചുമായി വരാനാണ് നീക്കമെങ്കിൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടതെന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്.
തന്നെയാണ് ഉറച്ച നിലപാടാണ് പ്രശാന്ത് ശിവൻ വ്യക്തമാക്കുന്നത്. BJP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചാൽ അതിനെ നേരിടാൻ തങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യമായി പറയുന്നത് രാഹുലിനെതിരെയുള്ള പോരാട്ടം അത് തുടരുക തന്നെ ചെയ്യും. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് MLA സ്ഥാനം രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തും എന്നുള്ളതാണ് BJPയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പ്രശാന്ത് ശിവൻ വ്യക്തമാക്കുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.